ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ജയമോഹിനി കാവ്യെടുത്ത് പറയുന്നുണ്ട് നീരജയ്ക്ക് എന്തോ ഉദ്ദേശവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറയാണ്. നീരജയുടെ കാര്യം ഓർത്തിട്ട് കാവ്യം ആകെ ടെൻഷൻ അടിച്ചിരിക്കുക കേട്ടോ. നീരജ് രണ്ടും കൽപ്പിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി ബാഗും പെട്ടിയൊക്കെ ആയിട്ട് ഇറങ്ങുവാണ്. അതിനുശേഷം അതിന്റെ തലേ ദിവസം തന്നെ ഭരത്തായിട്ട് തല്ലുപിടിക്കുന്നൊക്കെ ഉണ്ട്. ജയമോഹൻ ഇത് പറയുന്നുണ്ട്, ഭരത്തിന് ഈ അവസ്ഥയിലാക്കിയത് നിങ്ങൾ ഒറ്റൊരുത്തിയാണെന്ന് പറഞ്ഞിട്ട് ജയമോഹൻ നേരെ കൈ പൊക്കുമ്പോഴേക്കും ഭരത് പണ്ട് എടി എന്ന് പറയുമ്പോഴേക്കും നിങ്ങളൊന്നും പറയണ്ട, നിങ്ങൾ ആണാണെങ്കിൽ ആണുങ്ങളെ പോലെ ജീവിക്കാൻ വേണ്ടി ആദ്യം പഠിക്കണം എന്ന് പറഞ്ഞിട്ട് നീരജ് നേരെ മുകളിൽ കയറി പോവാണ്. അതിനുശേഷമാണ് വലിയൊരു ബാഗിൽ സാധനങ്ങളൊക്കെ എടുത്ത് പുറപ്പെടാൻ പോകുമ്പോഴേക്കും നമ്മുടെ ഭരത്തിൽ സംസാരിക്കുമ്പോഴേക്കും നീരജ പറയണ്ടത്, നിങ്ങളെ കൈ അത്രയൊക്കെ ചൊറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെത്താൻ അടിച്ചാൽ മതി മുഖത്തേക്ക്, എൻ്റെ അടുത്ത് നിന്ന് കൈ നീട്ടിക്കൊണ്ട് വരാൻ നിൽക്കേണ്ടെന്ന് പറയുമ്പോൾ ജയമോഹൻ പറയണ്ട ഭരത്തെ അവളോടൊന്നും പറയണ്ട, അവളെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പ്രാന്ത് പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ്, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാ നാണക്കേട്, അവൾ എന്താ അത് ചെയ്യട്ടെ എന്ന് പറയണം. അങ്ങനെ നീരജ പാലക്കൽ തറവാട്ടിൽ നിന്ന് പടി ഇറങ്ങി പോവാണ്. ഭരത്തും നീരജയും തമ്മിൽ പിരിയുന്നൊരു ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.